സുരഭിയുടെ കരിയറിന്റെ തുടക്കകാലത്ത് സിനിമകൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് ഞാൻ. അതിന് ശേഷം പിന്നീട് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിക്കുകയുണ്ടായി. ഞാൻ അയാളും ഞാനും തമ്മിലാണ് സിനിമയിൽ അഭിനയിച്ച ആ ഒരു അഭിനയം കണ്ടിട്ടാണ് ശരിക്കും മിന്നാമിനിങ്ങിലേക്ക് എന്നെ സെലക്ട് ചെയ്തത്. ആ സിനിമയിലേക്കും മൊയ്തീനിലേക്കും ഒക്കെ എന്നെ റെഫർ ചെയ്തത് ഞാൻ സുരഭിയെ സിനിമകളിലേക്ക് ക്ഷണിക്കാൻ കാര്യം സുരഭിയോടുള്ള സ്നേഹം കൊണ്ടല്ല, സുരഭി അത്ര നല്ല ആക്ടർ ആയതുകൊണ്ടാണ്. സുരഭി ലക്ഷ്മിക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ മിന്നാമിനുങ്ങ തിയേറ്ററുകളിലെത്തി. പ്രേക്ഷകർ സിനിമ പോയി കാണണം എന്ന അഭ്യർത്ഥനയുമായി സുരഭി ഒറ്റയ്ക്കല്ല ഫേസ്ബുക്ക് ലൈവിലെത്തിയത്. കൂടെ നമ്മുടെ സ്വന്തം പൃഥ്വിരാജും ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് ലൈവിലെത്തി നിരവധി പേരാണ് നിമിഷങ്ങൾക്കകം ഈ വീഡിയോ കണ്ടത്. ലൈവിലൂടെ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ സുരഭി അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. പിന്നെ ഇന്ന് ഓഫ്കോഴ്സ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അച്ചീവ്മെന്റിന്റെ ഏറ്റവും വലിയ ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ്. ഷീ ജസ്റ്റ് വൺ ദി നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ്. അത് മിന്നാമിനുങ്ങ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ആ സിനിമ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ സിനിമ കണ്ടില്ല, പക്ഷെ കണ്ടവരെല്ലാം എന്നോട് സിനിമ തീർച്ചയായും കാണണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഉടനെ തന്നെ സിനിമ കാണുമെന്നും നിങ്ങളും തിയേറ്ററിൽ കുടുംബത്തോട് പോയി സിനിമ കാണണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു. അതിനിടയ്ക്ക് അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിലെ അഭിനയം കണ്ടിട്ടാണ് മിന്നാമിനിങ്ങിലേക്ക് വിളിച്ചത് എന്ന് സുരഭി വ്യക്തമാക്കി. അയാളും ഞാനും തമ്മിൽ എന്നതിന്റെ മൊയ്തീൻ എന്നീ ചിത്രങ്ങളിലേക്ക് അവസരം വാങ്ങിത്തന്നത് പൃഥ്വിരാജ് ആണെന്നും സുരഭി പറഞ്ഞു. ഇതിന് മറുപടിയായിട്ട് പൃഥ്വിരാജ് പറഞ്ഞത്, സുരഭിയെ സിനിമകളിലേക്ക് ക്ഷണിക്കാൻ കാര്യം സുരഭിയോടുള്ള സ്നേഹം കൊണ്ടല്ല, സുരഭി അത്ര നല്ല ആക്ടർ ആയതുകൊണ്ടാണ്. ഒരു നാഷണൽ അവാർഡ് വിന്നർ ആണെങ്കിലും താൻ പഴയ സുരഭി തന്നെയാണെന്ന് പലപ്പോഴും സുരഭി തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. തന്റെ അടുത്ത് ചൊറിയാൻ വരുന്നവർക്ക് കിടിലൻ മറുപടി പറയുന്നതാണ് സുരഭിയുടെ സ്വഭാവം. കഴിഞ്ഞ ദിവസം മിന്നാമിനുങ്ങ റിലീസ് ചെയ്തു. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് പറഞ്ഞ് സുരഭി രാവിലെ ഫേസ്ബുക്ക് ലൈവിൽ വന്നിരുന്നു. രാവിലെ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് പുള്ളിക്കാരത്തി ലൈവിൽ എത്തിയത്. തങ്ങളുടെ ഇഷ്ടതാരത്തിന് ആശംസകൾ നേർന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ഇട്ടത്. എന്നാൽ ഇതിനിടയിൽ സുരഭിയെ പരിഹസിച്ചുകൊണ്ട് ഒരു കമന്റ് വന്നു. വരുണ്, ദേശീയ അവാർഡ് നേടിയ ഒരു നടിയല്ലേ സുരഭി, ഇങ്ങനെ വളിഞ്ഞ ലൈവ് ഒന്നും വരല്ലേ, അങ്ങനെ ഈ പറയല്ലേ വരുണേ. ഇതെനിക്ക് വളിഞ്ഞതാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കാളെ, ഞാൻ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ.